ലിസബത്ത് വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പ്രോൺസ് ഫ്രൈ ആണ്. അപ്പം ഞാൻ നേരത്തെ ഒരു പ്രോൺസ് ഫ്രൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ആ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുമോ, എങ്ങനെയാണ് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഉണ്ടാക്കിയ പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്നുകൂടി ഈ പ്രോൺസ് ഫ്രൈ ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അന്ന് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചെമ്മീനാണ്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ചെമ്മീനിൽ ഒട്ടും വെള്ളം പാടില്ല. കംപ്ലീറ്റ് വെള്ളം നമ്മളത് പിഴിഞ്ഞു കളയണം. 1 കിലോ ചെമ്മീൻ വാങ്ങി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 600 ഗ്രാമേ നമുക്ക് കിട്ടുകയുള്ളൂ. ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് വാങ്ങിയാലും നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെമ്മീൻ്റെ ഈ ഭാഗത്ത് ഒരു നൂലുണ്ടാവും. അത് ചെമ്മീൻ്റെ കുടലാണ്. അഴുക്കെല്ലാം ഇരിക്കുന്നത് അതിലാണ്. അപ്പം നമ്മൾ അതൊരു കത്തി വെച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് അത് എടുത്ത് കളയണം. ഇല്ലെങ്കിൽ ഇത് കഴിച്ചാൽ നമുക്ക് വയറിനൊക്കെ അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെമ്മീൻ കുക്ക് ചെയ്യുന്ന എല്ലാവരും ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ്റെ ഒരു അളവ് കണ്ടുകൊണ്ട് നമ്മൾ അത്രയും ഉപ്പ് ആദ്യം ഇതിൽ ചേർക്കണ്ട. കുറച്ച് ഉപ്പ് ചേർക്കാം, ബാക്കി നമുക്ക് പിന്നെ ഗ്രേവിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒത്തിരി കൂടണ്ട. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാശ്മീരി ചില്ലി പൗഡർ ഉറപ്പായിട്ടും വേണം. കാരണം ഇതിനൊരു കോട്ടിങ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയും കൂടി ഇതിൽ മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് പാകത്തിനുള്ള എരിവ് കിട്ടും. ചെമ്മീൻ ഫ്രൈക്ക് മറ്റേ ഒത്തിരി എരിവ് വേണമെന്നില്ലല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു അളവ് കാണാമല്ലോ. ഈ അളവിന് ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും മുളക് പൊടി ഇച്ചിരി കുറഞ്ഞു പോയെന്ന്. അത് കുഴപ്പമില്ല, നമുക്കത് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിന് ലോയിൽ ഇടയിൽ വയ്ക്കാവുള്ളൂ. കാരണം ഇതിലൊട്ടും വെള്ളമില്ല. അപ്പോൾ ഇതിലുള്ള വെള്ളം ഇറങ്ങി വരണമെങ്കിൽ നമ്മളൊരു ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് മൂടി വയ്ക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കിയിടണം, അടി പിടിക്കരുത്. ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം. വീണ്ടും നമ്മളൊരു 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയിടണം. അപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇതിൽ വെള്ളം ഇറങ്ങി തുടങ്ങും. ഇപ്പോൾ ചെറുതായിട്ടൊരു നനവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും മൂടി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും തുറന്നൊന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഗ്രേവിയുടെ ഒരു കൊഴുപ്പ് നോക്കണം. കൊഴുപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിൽ ചേർക്കുകയാണ്. 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കണം, ഓരോ മുളക് പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. ചിലതിന് നല്ല കുറുകലുള്ളതായിരിക്കും, ചിലതിന് അത്രയും ഉണ്ടാവില്ല. അപ്പോൾ ആ ഗ്രേവിയുടെ കൊഴുപ്പനുസരിച്ച് നിങ്ങൾ മുളക് പൊടി കൂടുതലോ കുറവൊക്കെ ചേർക്കുക. കാരണം നല്ലൊരു കോട്ടിങ് ഇതിന് കിട്ടണം. അതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കേണ്ടത്. എന്നാലും ഞാൻ ഈ പറഞ്ഞ കണക്കിനൊക്കെ ചേർക്കുക. പോരെന്ന് തോന്നിയാൽ മാത്രമേ പൊടിക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് കരുതി ഓവറായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കരുത്, നേരം അതിൻ്റെ ടേസ്റ്റ് മാറും.
ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതിൽ ഇറങ്ങാവുന്ന അത്രയും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ചെമ്മീൻ പെട്ടെന്ന് വേവും. ഒത്തിരി ചെറുതീയിലിട്ട് ഇത് വെന്ത് കിടന്നാൽ ഹാർഡായി പോവും. അതുകൊണ്ട് കംപ്ലീറ്റ് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം പറ്റിച്ചെടുക്കുക. ഈ സമയം ഇതിൻ്റെ ഗ്രേവി കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് ഈ ഗ്രേവിക്ക് പാകത്തിനായിരിക്കണം. അപ്പോഴാണ് ഇത് പറ്റി വരുമ്പോൾ ചെമ്മീനിൽ കറക്റ്റ് ഉപ്പായിരിക്കുള്ളൂ. കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചെമ്മീൻ്റെ ഒരു അളവ് കണ്ട് അതിന് കൂടാനുള്ള ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. പകുതി ഉപ്പിടുക, ബാക്കിയുള്ളത് നമുക്ക് ഈ ഗ്രേവിക്ക് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഈ ഗ്രേവിക്ക് പാകത്തിന് ഉപ്പും കൊഴുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വെള്ളം പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡ്രൈ ആക്കരുത്. ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആവും. അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഒരു കുറച്ച് വെള്ളം വേണം, 1-2 സ്പൂൺ. ചെമ്മീനൊക്കെ നല്ലതുപോലെ വെന്തു. പാകത്തിന് ഉപ്പ്, പാകത്തിന് കൊഴുപ്പ് എല്ലാം ഉണ്ട്. വെള്ളവും പറ്റിയിട്ടുണ്ട്. ഒരു പൊടിക്ക് വെള്ളം മാത്രമേ ഉള്ളൂ. അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പെരണ്ട് മസാല ഇരിക്കാൻ പാകത്തിനുള്ളൊരു വെള്ളം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. ഈ പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. ഇനി അതിനകത്തിരുന്ന് കൂടുതൽ ഡ്രൈ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. ഇതുപോലെ ഇരിക്കണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പ് വയ്ക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഈ ചെമ്മീൻ വറക്കാൻ പാകത്തിന്. മീൻ വറക്കാനും എടുക്കുന്ന അത്രയും എണ്ണ ഇതിന് വേണ്ട. കാരണം മീൻ വറുത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ കളയാറുണ്ട്. ഇതിന് എണ്ണ കളയാൻ പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞും പോകരുത്. ഇനി ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മൂപ്പറിയാൻ വേണ്ടിയിട്ട് 2 കടുകും ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടുമ്പോൾ നമുക്കിതിൽ ഫ്ലെയിം കുറച്ചിട്ട് ചെമ്മീൻ ഇടാവുന്നതാണ്. അപ്പം എണ്ണയുടെ അളവ് കറക്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആദ്യം ഈ കറിവേപ്പില ഇട്ട് കുറച്ചധികം എണ്ണ ചൂടാക്കി വയ്ക്കുക. അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇടയ്ക്ക് ആവശ്യമുള്ളതനുസരിച്ച് കുറച്ച് നമുക്ക് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ച എണ്ണ ഒഴിക്കുന്നതിൽ എന്തുകൊണ്ടും നല്ലതാണ് ഈ കറിവേപ്പില ഇട്ട് ചൂടാക്കിയ എണ്ണ ഒഴിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറയ്ക്കുക, ലോ ഫ്ലെയിമിൽ ഇടുക. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വേവിച്ച് വെച്ച മുഴുവനും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. 1/4 ഭാഗത്തോളം ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ മുകളിലൊന്നും വന്നെന്ന് ഓർത്ത് ഒരു പ്രശ്നമില്ല. ഇത്രയും ചെമ്മീനൊക്കെ നമുക്ക് ഇടാൻ കിട്ടും ഇതിൽ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് കിടക്കുന്നത്. ഇനി ഫ്ലെയിം കുറച്ച് കൂട്ടാം. ഒരു മീഡിയത്തിന് ലോയിലും ഇടയിൽ വേണം ഫ്ലെയിം ഇടാൻ. ഹൈ ഫ്ലെയിമിലിടരുത്, കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ചെമ്മീൻ ഫ്രൈഡ് ടേസ്റ്റ് എല്ലാം പോവും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചിടുക. മറിച്ചിടുക എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടിങ്ങനെ ഞാനിപ്പോൾ ഈ മറിക്കുന്ന രീതിയിൽ മറിക്കാം. ചിലപ്പോൾ എല്ലാം ഒന്നും മറിയണമെന്നില്ല, അത് കുഴപ്പമില്ല. വീണ്ടും നമ്മൾ 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മറിക്കുക. അങ്ങനെ ഒരു 2-3 വട്ടം നമ്മൾ ഇതുപോലെ മറിച്ച് കൊടുക്കണം. അപ്പോഴത്തേക്കും കുറച്ചൊരു മൂത്ത ഒരു കളർ മാറി വരും. അപ്പോൾ കളർ മാറി വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ മറിച്ചപ്പോൾ ചിലത് മറിയാതെ കിടക്കുന്നുണ്ടാവും. അത് സെപ്പറേറ്റ് ഒന്ന് മറിച്ചിടുക. അങ്ങനെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മറിച്ച് ഇട്ടിട്ടാണ് ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇപ്പോഴും മറിച്ചിട്ട് കുറച്ച് ടൈമായി വീണ്ടും നമ്മളിത് മറിക്കുകയാണ്. ഒത്തിരി ടൈമൊന്നും വയ്ക്കരുത്. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മറിക്കാം. എണ്ണ നോക്കണം, തീരെ എണ്ണ കുറഞ്ഞു പോകരുത്. പാകത്തിന് എണ്ണ വേണം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചേർക്കാനാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ചൂടാക്കുമ്പോൾ കുറച്ചധികം കറിവേപ്പില ഇട്ട് ചൂടാക്കി വയ്ക്കുക. അത് മാറ്റി വെച്ചാൽ മതി. ഇടയ്ക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന്.
കറിവേപ്പിലിട്ട് ചൂടാക്കിയ എണ്ണ എനിക്ക് കുറച്ചുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് എണ്ണയുടെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇത്ര എണ്ണയെങ്കിലും ഇതിൽ വേണം കേട്ടോ. കൂടിപ്പോകരുത്. എണ്ണ മീൻ വറക്കുന്ന പോലെ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഈ മസാല മുഴുവനും ആ എണ്ണയിൽ പോവും. അപ്പോൾ പിന്നെ ഈ ചെമ്മീൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് നിങ്ങൾ എണ്ണ ഒഴിക്കാവുള്ളൂ. ഇപ്പോൾ നമ്മളിത് മറിച്ചിടുന്ന ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ മറിച്ചിടുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ മറിയാണ്ട് കിടക്കുന്നുണ്ടാകും. അത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഞാനിതൊരു 3-4 വട്ടം ഇതുപോലെ മറിച്ചിട്ടു കേട്ടോ. ഇപ്പം ഏകദേശം ചെമ്മീൻ ഇവിടെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് വെച്ചാൽ മതി. ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് മറിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും കറക്റ്റിന് മൂത്തിട്ടുണ്ടാവും. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇങ്ങനെ എല്ലായിടത്തുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് വീണ്ടും ഈ ചെമ്മീനൊന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മറിച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലായിടത്തും ഒരുപോലെ ആയിക്കോളും. വെള്ളം പറ്റുന്നതിന് മുമ്പ് നമ്മൾ ആ ഗ്രേവിയിൽ എപ്പോഴും ഉപ്പിടുകയാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിൽ എണ്ണയുടെ ഒരു പാകം നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ വേണം ഇതിൽ എണ്ണ വരാൻ. കുറച്ച് എണ്ണ വേണം ഇങ്ങനെ പറ്റിയിരിക്കണം. എന്നാൽ നമ്മൾ അത് ഊറ്റിക്കളയേണ്ട രീതിയിലുള്ള എണ്ണയാവുകയും ചെയ്യരുത്. എണ്ണ തീരെ കുറഞ്ഞു പോയാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ദുബായിലൊക്കെ നമുക്ക് ചെമ്മീൻ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിത് ദിവസവും ഈ പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കും. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.